സ്പോട്ട് ലൈവ് തുടരുന്നു. പത്തനംതിട്ട ഇലന്തൂരിൽ 43-കാരൻ ഷിബുവിന്റെ തിരോധാനത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. മെയ് 31 രാത്രിയിലാണ് ഇലന്തൂർ വാര്യാപുരം സ്വദേശി ഷിബുവിനെ സുഹൃത്തിന്റെ വീട്ടിൽ നിന്നും കാണാതാകുന്നത്. വീട്ടുകാരുടെ പരാതിയെ തുടർന്ന് കടാവർ നായ്ക്കൾ എത്തിച്ച് ഷിബുവിനെ കാണാതായ സുഹൃത്തിന്റെ വീട്ടിലും പരിസര പ്രദേശങ്ങളിലും പോലീസ് പരിശോധന നടത്തിയെങ്കിലും യാതൊരു സൂചനയും ലഭിച്ചിട്ടില്ല. ഷിബുവിനെ കാണാതാവുന്ന ദിവസം രാത്രിയിൽ ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് അനീഷിനെ ചോദ്യം ചെയ്തു വരികയാണ്. ശശിനാരായണൻ ചേരുന്നു പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങളുമായി. ശശിനാരായണൻ, ദിവസങ്ങൾ പിന്നിടുന്നു ഷിബുവിനെ കാണാതായിട്ട്. വീട്ടുകാർ വലിയ ആശങ്കയിലാണ്. ഒരു സുഹൃത്തിലേക്കാണ് അവരുടെ ഒരു സംശയം പോലും നീളുന്നത്. ഈ സുഹൃത്തിനെ ചോദ്യം ചെയ്യുന്നുണ്ട്. എന്താണ് സംഭവിച്ചത്? എന്തെങ്കിലും സൂചനയുണ്ടോ? സുഹൃത്തിന് ഇതേക്കുറിച്ച് അറിവുണ്ടോ? പോലീസിന്റെ നിഗമനം എന്താണ്? മെയ് 31 വാര്യാപുരം സ്വദേശിയായ പത്തനംതിട്ട വാര്യാപുരം സ്വദേശിയായ ഷിബുവിനെ കാണാതാവുന്നത്. ഷിബു അന്ന് വൈകിട്ട് ഷിബുവിന്റെ സുഹൃത്തായ അനീഷിന്റെ വീട്ടിൽ ഷിബു രാത്രിയിൽ എത്തിയെന്ന് ഷിബുവിന്റെ സുഹൃത്ത് തന്നെ നൽകിയ മൊഴിയിൽ പറയുന്നു. അവിടെ രാത്രിയിൽ ഷിബുവും അതുപോലെ തന്നെ അനീഷും ഉണ്ടായിരുന്നു. രാവിലെ ജോലിക്ക് പോകണം, വിളിക്കണമെന്നും പറഞ്ഞിരുന്നു. ഇവർ മദ്യപിച്ചിരുന്നതായും മൊഴി നൽകിയിട്ടുണ്ട്. പുലർച്ചെ വിളിക്കാമെന്ന് ഷിബുവിന്റെ സുഹൃത്തായ അനീഷ് പറയുകയും ചെയ്തു. അങ്ങനെ ആ വീട്ടിൽ ഇവർ തങ്ങുന്നു. വീട്ടിൽ പോയില്ല. ആ ദിവസം ഷിബു വീട്ടിൽ പോയില്ല. പക്ഷെ പുലർച്ചെ വിളിച്ചപ്പോൾ അവിടെ നോക്കിയപ്പോൾ ഷിബുവിനെ കാണാനില്ലെന്നാണ് സുഹൃത്തായ അനീഷ് പോലീസിന് നൽകിയ മൊഴി. എന്തായാലും 15 ദിവസമായിട്ടും ഈ ഷിബു എവിടെ പോയി എന്നതിനെ കുറിച്ച് അനീഷ് നൽകുന്ന ഒരു മൊഴിയല്ലാതെ കൃത്യമായ ഒരു തെളിവിലേക്ക് എത്താൻ പോലീസിന് കഴിഞ്ഞില്ല. വീട്ടുകാർ ഷിബുവിനെ കാണാതായി അതിന്റെ 3ാമത്തെ ദിവസം പരാതി നൽകി. എപ്പോഴെങ്കിലും തിരിച്ചു വരുന്നൊരു പ്രതീക്ഷ വീട്ടുകാർക്കുണ്ടായിരുന്നു. പക്ഷേ 3ാമത്തെ ദിവസം പിന്നീട് വീട്ടുകാർ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ആറന്മുള പോലീസ് കേസെടുത്തപ്പോൾ അന്വേഷണം നടത്തുന്നത്. എന്തായാലും വലിയ രീതിയിൽ ഒരു അന്വേഷണം പോലീസ് നടത്തുന്നെങ്കിലും ഇതുവരെ ഷിബുവിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഇന്ന് പോലീസ് കടാവൂർ നായ്ക്കളെ കൊണ്ടുവന്ന ഈ ഷിബുവിന്റെ സുഹൃത്തിന്റെ വീട്ടിലും ഒപ്പം സമീപ പ്രദേശങ്ങളിലെല്ലാം റബ്ബർ തോട്ടം അടക്കം പരിശോധന നടത്തിയെങ്കിലും ഷിബുവിനെ കണ്ടെത്താനും മറ്റെന്തെങ്കിലും സൂചന ലഭിക്കുമോ പോലീസിന് ഇതുവരെ ലഭിച്ചില്ല. എന്തായാലും വലിയ രീതിയിൽ പരിശോധന പോലീസ് നടത്തുന്നുണ്ട്. ഒപ്പം അനീഷിനെ ഇക്കാര്യം കൃത്യമായി പോലീസ് വിളിച്ച് ചോദ്യം ചെയ്യുന്നുണ്ട്. അനീഷ് പോലീസിന്റെ ഒപ്പം വിവരങ്ങൾ നൽകാനും അനീഷിനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി അത്തരം വിവരങ്ങൾ കൂടി എന്തായാലും പോലീസ് തേടുന്നുണ്ട്. വിശദമായ ഒരു പരിശോധനയും അതുപോലെ തന്നെ അന്വേഷണവും പോലീസ് നടത്തുന്നുണ്ട്. ഇതുവരെ ഷിബു എവിടെ പോയി എന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു വിവരം വീട്ടുകാർക്കില്ല. അതുകൊണ്ട് തന്നെ വലിയൊരു ആശങ്കയിലാണ് വീട്ടുകാരുള്ളത്. പോലീസ് അന്വേഷണം കൃത്യമായി നടത്തുന്നുണ്ട്. പക്ഷേ ഇതുവരെയും ഷിബു എവിടെയാണെന്നൊരു കൃത്യമായ വിവരം ലഭിച്ചിട്ടില്ല. ഈ ശശിനാരായണൻ, ഈ അനീഷിനെ എന്തുകൊണ്ടാണ് അവർ സംശയിക്കുന്നത്? അനീഷിൻ്റെ ഒപ്പമായിരുന്നു ഈ കാണാതാകുന്ന ദിവസം എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇരുവരും തമ്മിൽ എന്തെങ്കിലും വ്യക്തിപരമായ വിരോധമോ പ്രശ്നങ്ങളോ ഉണ്ടായിരുന്നോ? ഇനി ഷിബു പോകാനുള്ള സ്ഥലം ഒരു സാധ്യതയുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ആ മേഖല കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നുണ്ടോ? മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഷിബുവിനെ അലട്ടിയിരുന്നോ? അത്തരം കാര്യങ്ങളിലേക്കാണ് പോലീസ് പോകുന്നത്. എന്തായാലും ഈ ഷിബുവിന്റെ സുഹൃത്താണ് അനീഷ് അന്ന് രാത്രിയിൽ അനീഷും ഷിബുവും വീട്ടിലുണ്ടായിരുന്നു. ഷിബുവിന്റെ വീട്ടിൽ ഷിബു അനീഷിന്റെ വീട്ടിലാണ് ഉണ്ടായിരുന്നത്. പക്ഷെ പുലർച്ചെ ഷിബുവിനെ കാണുന്നില്ല എന്നൊരു മൊഴിയാണ് അനീഷ് നൽകിയിട്ടുള്ളത്. പക്ഷേ അതിൽ അപ്പുറത്തേക്ക് മറ്റു വിവരങ്ങളൊന്നും പോലീസിന് ലഭിക്കുന്നില്ല. ഷിബു വന്ന വാഹനം വാര്യാപുരം ജംഗ്ഷനിൽ തന്നെ ഇരുചക്ര വാഹനം അവിടെ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഇവരൊന്നിച്ചാണ് വീട്ടിലെത്തി രാത്രി വീട്ടിലുണ്ടായിരുന്നു എന്നുള്ള കാര്യം അനീഷ് സമ്മതിക്കുന്നുണ്ട്. പക്ഷെ പിന്നീട് പുലർച്ചെ ഷിബുവിനെ കണ്ടില്ല എന്നുള്ള വിവരമാണ് നൽകുന്നത്. അത് എവിടെയാണ് എങ്ങനെയാണെന്നുള്ള കാര്യത്തെക്കുറിച്ച് മറ്റു കാര്യങ്ങൾ വിശദമായി അനീഷിനെ പോലീസ് വിവരങ്ങൾ ചോദ്യം ചെയ്യുകയാണ്. എന്തായാലും അത്തരം കാര്യങ്ങൾ അറിഞ്ഞെങ്കിൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭ്യമാവുള്ളൂ. മറ്റ് സാധ്യതകൾ ഷിബു പോകാനുള്ള സ്ഥലങ്ങളിലെല്ലാം പോലീസ് അത്തരത്തിൽ അന്വേഷണം നടത്തിയിട്ടുണ്ട്. അത്തരം വിവരങ്ങളും അത്തരം സൂചനകളും പോലീസിന് ലഭിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അവസാന നിലയ്ക്ക് കടാവൂർ നായ്ക്കളെ കൊണ്ടുവന്ന് ആ പരിസരത്തും സംശയമുള്ള അനീഷ് മൊഴി നൽകിയ സ്ഥലങ്ങളിലൊക്കെ ഒന്ന് പരിശോധിക്കാനും എന്തായാലും പോലീസ് തീരുമാനിച്ചത്. അത്തരം ഒരു പരിശോധന നടത്തിയെങ്കിലും മറ്റ് സൂചനകളൊന്നും തന്നെ ഇവിടെ നിന്ന് ലഭിച്ചിട്ടില്ല. എന്തായാലും പരാതി ലഭിച്ചതിനെ തുടർന്ന് പോലീസ് കാര്യമായ അന്വേഷണം നടത്തുന്നുണ്ട്. പക്ഷേ ഇതുവരെയും ഷിബു എവിടെയാണെന്നുള്ള കാര്യത്തെക്കുറിച്ച് കൃത്യമായ ഒരു വിവരം ലഭിക്കാത്ത സാഹചര്യമുണ്ട്. എന്തായാലും 15 ദിവസമായി ഷിബുവിനെ ഇപ്പോൾ ഇവിടെ കാണാതായിട്ട് വീട്ടുകാർ വലിയ ആശങ്കയിലാണ്. പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. എന്തായാലും 15 ദിവസം, അതായത് 2 ആഴ്ച പിന്നിടുന്നു. ഷിബുവിന്റെ ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് ഈ വീടിന് സമീപത്തു നിന്ന് തന്നെ ഷിബുവിന്റെ വാഹനം ബൈക്ക് കണ്ടെത്താൻ കഴിഞ്ഞു എന്നാണ്. മറ്റു ഫോണോ മറ്റോ ഉപയോഗിച്ചിരുന്നോ? എന്താണ് പോലീസിന്റെ അന്വേഷണത്തിൽ ഏറ്റവും വലിയ വെല്ലുവിളി? ടോം ചോദിച്ച പ്രധാനപ്പെട്ട കാര്യമാണ് ഫോൺ ഉപയോഗിച്ചിരുന്നത്. നേരത്തെ ഫോൺ ഷിബുവിനുണ്ടായിരുന്നു. പക്ഷെ ആ ഫോൺ കേടായതിനു ശേഷം ഫോൺ ഉപയോഗിക്കാത്തതാണ് ഒരു പ്രധാന വെല്ലുവിളിയായി വന്നത്. ആ ഫോൺ ഷിബുവിനില്ലായിരുന്നു. അത്തരം കാര്യങ്ങൾ വീട്ടിൽ വിളിച്ചറിയിക്കാനും കഴിയാതെ പോയിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഫോൺ ഷിബു ഉപയോഗിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അത്തരം
കാര്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്താനും ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും പോലീസ് ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു അന്വേഷണം, ഏക തെളിവ് ഷിബുവിനൊപ്പം ഉണ്ടായിരുന്ന വ്യക്തി എന്ന നിലയ്ക്ക് അനീഷിനെ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷിക്കുന്നത്. വിശദമായ വിവരങ്ങളും അനീഷിൽ ചോദിച്ച് പോലീസ് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ അനീഷ് പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം പരിശോധന നടത്തിയെങ്കിലും കൃത്യമായ ഒരു വിവരവും ഷിബുവിനെ കുറിച്ച് ഇതുവരെ പോലീസ് ലഭിച്ചിട്ടില്ല. എന്തായാലും വിശദമായ ഒരു പരിശോധന നടത്തുകയാണ്. വരും ദിവസങ്ങളിൽ അത്തരം കാര്യങ്ങൾ ലഭിക്കും, അല്ലെങ്കിൽ ഷിബുവിനെ കണ്ടെത്താൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. എന്തായാലും മറ്റു കാര്യങ്ങളിലേക്ക് ഫോൺ ഉപയോഗിച്ചുള്ള പരിശോധന, അതായത് ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തുന്ന അന്വേഷണങ്ങൾ നടത്താനും കഴിയില്ല. കാരണം ഫോൺ ഉപയോഗിക്കാത്തൊരു സാഹചര്യമുണ്ട്. അതെല്ലാം ഈ അന്വേഷണത്തിൽ തടസ്സമാകുന്നുണ്ട്. എന്തായാലും ഷിബു നൽകിയ വിവരം, രാത്രി തന്നോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ള ഷിബു തന്നോടൊപ്പം ഉണ്ടായിരുന്നുള്ള അനീഷ് നൽകിയ വിവരമാണ് പങ്കുവച്ചിട്ടുള്ളത്. ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണം നടത്തുന്നത്. എന്തായാലും കടാവൂർ നായ്ക്കളെ കൊണ്ടുവന്ന് അനീഷ് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ആ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം, അതായത് ആ സമയത്ത് ഈ ഷിബുവിനെ കാണാതായെന്ന് പറയുന്ന ആ രാത്രിയിൽ ഈ അനീഷും, അതായത് സുഹൃത്ത് അനീഷും ഷിബുവും മാത്രമായിരുന്നോ അവിടെ ഉണ്ടായിരുന്നത്, അതോ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ? വേറെ ആരെങ്കിലും കുടുംബത്തിന് സംശയമുണ്ടോ? ടോം, ആ ദിവസം വിവരം മാത്രമേ ഉണ്ടായിരുന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ. അത്തരത്തിലാണ് അനീഷ് നൽകിയിട്ടുള്ളത്. കാരണം രാത്രി ഇവർ വീട്ടിൽ വന്ന് മദ്യപിച്ചിരുന്നു. പുലർച്ചെ ജോലിക്ക് പോകണമെന്ന് തന്നെ വിളിക്കണമെന്നും ഷിബു അനീഷിനോട് പറഞ്ഞിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പുലർച്ചെ വിളിക്കാൻ എത്തിയപ്പോഴാണ് അനീഷിനെ കാണാതായെന്നുള്ള വിവരമാണ്, ഷിബുവിനെ കാണാതായെന്നുള്ള വിവരമാണ് അനീഷ് നൽകുന്നത്. എന്തായാലും ആ മൊഴിയാണ് പോലീസിനുള്ളത്, ഏക മൊഴി. വീട്ടിൽ പോയതാണെന്നൊരു സംശയം അനീഷിനുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ വീട്ടിൽ ചെന്ന് വീട്ടിലും എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ സ്വാഭാവികമായി 1-2 ദിവസം തിരിച്ചു വരുമെന്നൊരു പ്രതീക്ഷ വീട്ടുകാർക്കും ഉണ്ടായിരുന്നു. ആ 3 ദിവസം കാണാതായതിനെ തുടർന്നാണ് പിന്നീട് പരാതി പോലീസിലേക്ക് നൽകുന്നത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ കൃത്യമായ അന്വേഷണം നടത്തുന്നുണ്ട്. പക്ഷേ ഈ അനീഷ് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ, വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തുന്ന സ്ഥലങ്ങളിലെല്ലാം പരിശോധന നടത്തിയിട്ടും ഇതുവരെ ഷിബുവിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇരുചക്ര വാഹനം പത്തനംതിട്ട വാര്യാപുരം ജംഗ്ഷനിൽ വെച്ച് കണ്ടെത്തിയിട്ടുണ്ട്. അത് സ്വാഭാവിക അനീഷ് അന്ന് പറഞ്ഞിട്ടുമുണ്ട്. അന്ന് ആ വാഹനം അവിടെ ഇരിക്കുന്നതാണ് കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ഒരു ദുരൂഹത ഇതിനകത്തുണ്ട്. പോലീസ് വരും ദിവസങ്ങളിൽ കൃത്യമായ അന്വേഷണം നടത്തി മാത്രമേ ഷിബുവിന് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യത്തെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ടോം, യെസ്, വ്യക്തമാണ്. ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. ഷിബുവിൻ്റെ തിരോധാനത്തിൽ പല രീതിയിലുള്ള ദുരൂഹതയുമുണ്ട്. 15 ദിവസം പിന്നിട്ടിട്ടും യാതൊരു സൂചനയുമില്ല. സുഹൃത്ത് അനീഷിനെ ചോദ്യം ചെയ്തു. അനീഷ് ചൂണ്ടിക്കാണിച്ച സ്ഥലങ്ങളിലൊക്കെ പരിശോധന നടത്തി. പക്ഷേ ഷിബു ഫോൺ ഉപയോഗിച്ചില്ല എന്നതുകൊണ്ട് തന്നെ അത് മറ്റു തരത്തിലുള്ള ഒരു അന്വേഷണം നടത്താൻ പോലീസിന് കഴിയുന്നില്ല. എങ്കിലും പരമാവധി തെളിവുകൾ ശേഖരിച്ച് വീട്ടുകാരുടെ മൊഴിപ്രകാരവും സുഹൃത്ത് അനീഷ് നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുമാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.